സാരി ഫ്ലീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ഉറങ്ങാൻ കിടക്കുകയാണെന്ന് പറഞ്ഞല്ലേ വീഡിയോ വൈൻഡപ്പ് ചെയ്തത്. അങ്ങനെ സാരി ഫ്ലീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ഉറങ്ങാൻ വേണ്ടി കിടന്നു. പക്ഷെ എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല. കാരണം വീട് മാറി കിടന്നു കഴിഞ്ഞാൽ എനിക്ക് ഉറക്കം അങ്ങോട്ട് വരില്ല. 12 മണിയായി. ഇനിയിപ്പോൾ 3 മണിയാകുമ്പോൾ നമുക്ക് പരിപാടി തുടങ്ങണം. അപ്പോൾ ഇന്നത്തെ ഉറക്കം അങ്ങോട്ട് മാറ്റി വെച്ചു കേട്ടോ. ഇതേ 4 മണിക്ക് തുടങ്ങണമെന്ന് പറഞ്ഞ പരിപാടിയാണ് 5 മണിയായപ്പോഴാണ് കേട്ടോ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. 6:30 ആകുമ്പോൾ ഫോട്ടോഗ്രാഫർ വരും. എന്താകും ഏതാക്കുമെന്ന് എനിക്ക് ഒരു പിടി ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടിക്ക് മേക്കപ്പ് വലിയ കാര്യമായിട്ട് താല്പര്യം ഉണ്ടായിരുന്നില്ല. എന്തിടുമ്പോഴും ചേച്ചി കുറച്ച് മതി എന്ന് പറയുന്ന ടീമായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ മേക്കപ്പും കലാപരിപാടികളൊക്കെ കഴിഞ്ഞ് ഇതേ കുട്ടി നമ്മളോട് ടാറ്റ ബബായ് പറഞ്ഞ് യാത്രയായിട്ടോ. ഇനി അവിടെ നിന്ന് പെണ്ണിൻ്റെ പെട്ടിയും പ്രമാണമൊക്കെ എടുത്ത് ഞാനും അവിടെ നിന്ന് യാത്രയാവുകയാണ് കേട്ടോ. ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആവാന്നുള്ളത് അത്രയ്ക്ക് എൻ്റെ ഫ്രണ്ട് വഴി വന്നതാണ് കേട്ടോ. ഞാനൊരു 6000 രൂപയ്ക്കാണ് ഇത് ചെയ്തു കൊടുത്തത്. ഞാൻ പറയുന്ന എമൗണ്ട് നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ട് തോന്നുന്നില്ല, കൂടുതലായിട്ടാണ് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഡയറക്റ്റ്ലി വിളിക്കാം. കാരണം നിങ്ങളുടെ കാര്യം ഞാനൊരു വലിയ സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് ഒക്കെ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാൻ വേണ്ടി ക്യൂ നിൽക്കേണ്ടി വരും കേട്ടോ. അങ്ങനെ അടുത്തൊരു ഓഫ് റൈഡ് റൈഡോട് കൂടി നമ്മൾ ഈ യാത്രയുടെ അവസാനിപ്പിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ ഇവിടെ